നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2025 ഡിസംബർ മാസം 25-ാം തീയതി, 1201 ആണ്ട് ധനുമാസം 10-ാം തീയതി വ്യാഴാഴ്ച. ഇന്നത്തെ ദിവസം എല്ലാവർക്കും അറിയാം. ലോകമെമ്പാടുമുള്ള എല്ലാ പേരും ക്രിസ്മസ് കൊണ്ടാടുന്ന ദിവസമാണ്. അതുകൊണ്ട് എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്മസ് ആശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ നല്ല ദിവസമാണ്. അപ്പോൾ ഇന്ന് വ്യാഴാഴ്ചയും ശരിക്ക് അവിട്ട നക്ഷത്രം തീർന്ന് ചതയൻ നക്ഷത്രത്തിൽ, അവിട്ട നക്ഷത്രം കുറച്ച് നേരമേ ഉള്ളൂ, അത് കഴിഞ്ഞ് ഇന്ന് ഫുള്ള് ചതയൻ നക്ഷത്രമാണ്. ചതയം നക്ഷത്രത്തിലേക്ക് പോവുകയാണ്. അവിട്ടവും ചതയവും ശുഭനക്ഷത്രമാണ്. അപ്പോൾ ഇന്ന് വ്യാഴാഴ്ച, ഗുരുവിൻ്റെ ദിവസം. ഏറ്റവും വലിയ ഗുരുവാണ് ക്രിസ്തുദേവൻ. ആ ഗുരുവിൻ്റെ ക്രിസ്മസ് വന്നിരിക്കുന്നതും വ്യാഴാഴ്ചയും കൂടിയാണ്. അപ്പോൾ ഇന്നത്തെ ക്രിസ്മസിന് വളരെ പ്രാധാന്യമുണ്ട്. ഗുരുവിൻ്റെ ദിവസം തന്നെ വന്നിരിക്കുകയാണ്. അപ്പോൾ പരമഗുരുവിൻ്റെ ഈ ദിവസം എല്ലാവർക്കും നല്ല ദിവസം കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ നല്ല കാര്യങ്ങൾക്കെല്ലാം ഇന്ന് കൊള്ളാം. നല്ല സുഹൃത്തുക്കളെ കിട്ടാനും സന്തോഷപ്രദമായി ക്രിസ്മസ് ആചരിക്കാനും ഒക്കെ അനുകൂലപ്രദമായ ദിവസമാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഐശ്വര്യപ്രദമായ ദിവസം തന്നെയാണ്. അതുപോലെ തന്നെ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ള ധനുമാസത്തിലെ അവിട്ടം നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ ഭാഗ്യദായകമായ ഒരു വർഷമായിരിക്കും. സാമ്പത്തിക പുരോഗതി, ഇറങ്ങുന്ന കാര്യങ്ങൾക്ക് വിജയം, മുടങ്ങിക്കിടക്കുന്ന ധനം വന്നു ചേരും. നമുക്ക് മറ്റ് ശുഭകാര്യങ്ങൾക്ക് ഇറങ്ങിയാൽ അതെല്ലാം ഫലവത്താവുന്ന ഒരു വർഷത്തെ പ്രദാനം ചെയ്തു തരും. അതുകൊണ്ട് ഗുരുവിൻ്റെ അനുഗ്രഹത്താൽ ഈ ഒരു വർഷം നിങ്ങൾക്ക് ഭാഗ്യദായകമായി തീരും. അപ്പോൾ ഇന്നും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ രാവുകാല സമയം നോക്കി യാത്ര തിരിക്കണം. 1:30 മണി മുതൽ 3 മണി വരെയാണ് രാവുകാല സമയം എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 1 മണി 50 മിനിറ്റിനെ രാവുകാലം തുടങ്ങുകയുള്ളൂ. അതുപോലെ 3 മണി 16 മിനിറ്റ് വരെ രാവുകാല സമയമുണ്ട്. അപ്പോൾ യാത്രയ്ക്ക് മാത്രം ഈ സമയം സൂക്ഷിക്കുക. അതുപോലെ യമകണ്ഠകാല സമയവും ഗുളികകാല സമയവും എല്ലാ ദിവസവും ഉണ്ട്. ഇന്നും ഗുളികകാല സമയം വരുന്നത് 9:33 തൊട്ട് 10:59 വരെയും, യമകണ്ഠകാല സമയം വരുന്നത് 6:42 തൊട്ട് 8:08 വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കാതിരിക്കുക. ഇന്നും അഭിജിത്ത് മുഹൂർത്തം ഉണ്ട്. 12 തൊട്ട് 12:48 വരെ 48 മിനിറ്റ് നേരം അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയമാണ്. ഈ സമയം നമുക്ക് എന്ത് ശുഭകാര്യങ്ങൾക്കും എടുക്കാം. ഇന്ന് നമുക്ക് വസ്ത്രധാരണം, ശുഭകാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോഴും വീട്ടിൽ നിൽക്കുമ്പോഴും ഒക്കെ വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കുക. വസ്ത്രത്തിൻ്റെ കൂടെ മഞ്ഞ കളറും കൂടി മിക്സ് ചെയ്യുക. കാരണം നമ്മളിലേക്ക് പോസിറ്റീവ് എനർജി വലിച്ചെടുക്കാനും കുറച്ചുകൂടി ശോഭിക്കാനും കുറച്ചുകൂടി നമുക്ക് സന്തോഷത്തെ പ്രദാനം ചെയ്തു തരാനും സഹായിക്കും. ഇന്നത്തെ ദിവസം എല്ലാവർക്കും, ലോകമെമ്പാടുമുള്ള ജനങ്ങൾക്കും ക്രിസ്തുദേവൻ്റെ അനുഗ്രഹത്താൽ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.